When you begin to fly, the laws of flight affect you. നിങ്ങൾ പറക്കാൻ തുടങ്ങുമ്പോൾ പറക്കലിനെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ നിങ്ങളെ ബാധിക്കും. ഡാനിയൽ കിൻ ഇസ്മായിൽ. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാകട്ടെ, സുഖകരമാകട്ടെ. ഇന്നത്തെ പോസ്റ്റർ പ്രശസ്തമായ അമേരിക്കൻ ഓഥർ ആയിട്ടുള്ള ഡാനിയൽ കിന്നിന്റെ ഇസ്മായിൽ എന്ന പുസ്തകത്തിലെ ഒരു പ്രസക്തമായിട്ടുള്ള വാചകമാണ്. ഇതില് വർഗീസേട്ടൻ വായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. 1999 ഞാൻ ഒളിമ്പസിൽ എത്തുന്നത്. അപ്പോൾ ഒരു 2001-2002 കാലഘട്ടത്തിലാണ് ഞാൻ ഈ പുസ്തകം കാണുന്നത്. അപ്പൊ ഒളിമ്പസ് പറയുന്ന കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് ഒരു നോവലിന്റെ രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു പുസ്തകമാണിത്. അതിൽ പറയുന്ന പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ DP കോളേജ് പഠിക്കുന്ന സമയത്ത് ആദ്യം പറയുന്ന മനുഷ്യന്റെ ഒരു പ്രധാന പ്രശ്നമായിട്ട് കണ്ടെത്തുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യകേന്ദ്രിതമായ കാഴ്ചപ്പാടും സമീപനവും എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, മറ്റ് എല്ലാ ജീവിവർഗങ്ങളെയും ഒരു അംഗം മാത്രമായിട്ടുള്ള മനുഷ്യൻ പക്ഷെ കാലങ്ങൾ കൊണ്ട് മനുഷ്യന് മാത്രമായിട്ടുള്ള ഒരു വ്യവസ്ഥയുണ്ടാക്കി അതിൽ വളരെ സൗകര്യപ്രദമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ അതിനെ ഇന്ന് കൺസ്യൂമറിസ്റ്റിക് ലിവിങ് അല്ലെങ്കിൽ ഉപഭോഗപരമായിട്ടുള്ള ജീവിതം എന്നൊക്കെ വിളിക്കും. പക്ഷെ അത് എത്രത്തോളം ജൈവരാശിയെ ബാധിച്ചു എന്നുള്ളത് വളരെ മനോഹരമായിട്ട് എന്ന് പറയുന്നതിനേക്കാൾ വളരെ ഭീകരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഇസ്മായിൽ എന്ന് പറയുന്നത്. അതിന്റെ രണ്ടാം ഭാഗമുണ്ട്, എന്റെ ഇസ്മായിൽ എന്ന് പറയുന്നത്, അതുപോലെ ബിയുടെ കഥ. അപ്പൊ ഞാൻ ഇതെല്ലാം വിശദീകരിച്ചത് എന്തിനാണെന്ന് വെച്ചാല്, പറ്റുമെങ്കിൽ അല്ലെങ്കിൽ സാധ്യമെങ്കിൽ എല്ലാവരും ഈ പുസ്തകം ഒന്ന് ഒരിക്കലെങ്കിലും വായിച്ചു പോകണം എന്നുള്ളതാണ്. ഒളിമ്പസിന്റെ ഭാഷയിലൂടെ മനസ്സിലാകില്ല എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് വളരെ വിശദമായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഇന്നത്തെ പോസ്റ്ററിലെ വിഷയം എന്ന് പറയുന്നത് പറക്കലിന്റെ നിയമങ്ങൾ നമ്മളെ ബാധിക്കുന്നത് നമ്മൾ പറക്കാൻ തുടങ്ങുമ്പോഴാണെന്നുള്ളതാണ്. അപ്പൊ ആ പുസ്തകത്തിലെ വരികളെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ആ പുസ്തകത്തില് പറയുന്ന ഒരു കാര്യം, ഒരു ഗുരു ശിഷ്യ സംവാദ രൂപത്തിലാണ് ആ നോവൽ പോകുന്നത്. അപ്പൊ അതില് ഗുരു ശിഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മനുഷ്യൻ എന്താണ് ഈ സമൂഹത്തിൽ എന്നുള്ളത്. അപ്പൊ ജൈവ സമൂഹത്തിലെ ഒരു അംഗം മാത്രമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോ ജൈവ സമൂഹത്തെ ബാധിക്കുന്ന എല്ലാ നിയമങ്ങളും മനുഷ്യനെയും ബാധിക്കുമല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശിഷ്യൻ ആലോചിക്കുകയാണ്. അപ്പൊ അതിൽ വരുന്ന ഒരു കാര്യം ശിഷ്യനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, അപ്പൊ ജൈവ കുലത്തെ ബാധിക്കുന്ന എല്ലാ നിയമങ്ങളും, ഉദാഹരണത്തിന് ഗുരുത്വാകർഷണ നിയമം ബാധിക്കുന്നില്ലേ? ബാധിക്കുന്നുണ്ട്. അതുപോലെ ജനിതക ശാസ്ത്ര നിയമം, അതുപോലെ തെർമോ ഡൈനാമിക്സ് നിയമം, ഇതെല്ലാം ബാധിക്കുന്നുണ്ട്. അപ്പൊ ശിഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ആമകളെയും പൂമ്പാറ്റകളെയും മാനിനെയും ഒക്കെ ബാധിക്കുന്ന നിയമങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ ബാധിക്കുന്നത് എന്ന്. അപ്പൊ ഗുരു തിരിച്ചു ചോദിക്കുകയാണ്, ഈ തെർമോഡൈനാമിക്സിന്റെ നിയമങ്ങൾ നിങ്ങളെ എപ്പോഴും ബാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ എപ്പോഴാണ് അത് ബാധിക്കാൻ തുടങ്ങുന്നത്? ഞങ്ങൾ പറക്കാൻ തുടങ്ങുന്ന സമയത്ത്. എന്ന് വെച്ചാൽ പ്രകൃതി നിയമങ്ങൾ എല്ലാം എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മളെ ബാധിക്കുന്നത് നമ്മൾ ആ നിയമത്തിന്റെ വഴിയിലേക്ക് കയറി ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ്. ഒന്നുകൂടെ വിശദമാക്കുകയാണെങ്കിൽ, ഇന്ന് നമ്മൾ ഒരു പ്രതിസന്ധിയുടെ വക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട്. എന്നാൽ നമ്മൾ വലിയൊരു ഘട്ടത്തിലേക്ക്, അതായത് മനുഷ്യൻ ഭൂമിയുടെ അല്ലെങ്കിൽ ജൈവ സമൂഹത്തിൽ ഇടപെടാൻ പറ്റുന്നതിന്റെ പരമാവധി ഇടപെട്ട് അതിനെ വല്ലാതെ താറുമാറാക്കി, ആ വ്യവസ്ഥയെ താറുമാറാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ നിലനിൽപ്പിനെ പറ്റി വളരെ ആശങ്കാകുലരായിട്ട് ജീവിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ജൈവ സമൂഹത്തിന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ ജീവന്റെ നിയമങ്ങൾ വളരെ പ്രാധാന്യമുള്ളതായിട്ട് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ആ പോസ്റ്ററിലൂടെ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്.
അപ്പോ ഗുരുത്വാകർഷണ നിയമം നമ്മളെ ബാധിക്കുന്നു എന്നറിയാം. പക്ഷെ നമുക്കറിയാം ഗുരുത്വാകർഷണ നിയമം നമ്മളെ ബാധിക്കുന്നതാണ് എന്ന് വെച്ച് നമ്മളെ അത് ഏത് വിധത്തിൽ ബാധിക്കുന്നു എന്നറിയണമെങ്കിൽ നമ്മൾ ആ നിയമം തെറ്റിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മൾ ഒളിമ്പസിൽ വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, ലഘുനിയമം ഗുരുനിയമം. ലഘുനിയമം തെറ്റിക്കുമ്പോഴാണ് ഗുരുനിയമം പ്രവർത്തിക്കുന്നത്. അതായത് ചെറിയ ചെറിയ നിയമങ്ങൾ നമ്മൾ പാലിക്കാതെ വരുന്ന സമയത്ത് നമുക്ക് മുകളിൽ വലിയ നിയമം പ്രാവർത്തികമാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഇപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞത് നമ്മളെ സംബന്ധിച്ച് ഒരു പുതിയ കാര്യമല്ല, നമ്മൾ കുറെ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇതിന് പ്രാധാന്യം വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് അവിടെ കയറി നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ്. അപ്പോ ജൈവ കുലത്തെ ബാധിക്കുന്ന ജൈവ സമൂഹത്തിലെ ഒരു അംഗമായിട്ടുള്ള നമുക്ക് തീർച്ചയായിട്ടും ആ നിയമം നമ്മളെയും ബാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ആ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ട് കാര്യമില്ല, അത് ഏതെല്ലാം വിധത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മുടെ ഇടപെടൽ എവിടെയൊക്കെയാണ് പാളിപ്പോകുന്നത് എന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ഒരു ജൈവ സമൂഹത്തെ ബാധിക്കുന്ന ആ നിയമത്തെ തെറ്റിക്കാത്ത വിധത്തിൽ, അല്ലെങ്കിൽ നമുക്കിന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ആ ജീവന്റെ നിയമങ്ങളുടെ തലത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോ ഒളിമ്പസിന്റെ ഈ എല്ലാ ലെസൺസും നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്. അപ്പൊ എനിക്ക് ആ പുസ്തകം വായിച്ചപ്പോൾ വളരെ പ്രാധാന്യമേറിയിട്ടുള്ള ഒരു വാചകമായിട്ട് ഇത് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് എല്ലാവർക്കും മുമ്പിൽ ഇത് അവതരിപ്പിക്കാനായിട്ട് തോന്നിയത്. അപ്പൊ ഏവർക്കും ഈ ഒരു നിയമത്തെ പറ്റിയുള്ള അറിവ് ജീവിതത്തിൽ ഒരുപാട് പ്രയോജനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ആദ്യം അതിൽ പറഞ്ഞിരുന്നു പ്രകൃതിയിലെ എല്ലാ നിയമങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളത്. ആ നിയമങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോകുമ്പോഴാണ് നമുക്ക് സുഖമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. പക്ഷെ എപ്പോ നമ്മളത് തെറ്റിച്ചു തുടങ്ങുന്നു അപ്പൊ നമ്മള് ആ നിയമം അത് അവിടെ തെറ്റി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ അതൊരു നിയമമായിട്ട് മാത്രം മനസ്സിലാക്കുമ്പോഴാണ് അങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. പിന്നെ പറക്കാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മള് അതായത് പറക്കാൻ തുടങ്ങുന്ന സമയത്ത് പറക്കലിന്റെ നിയമങ്ങൾ നമ്മളെ ബാധിക്കുന്നു. നമ്മൾ നടക്കുന്ന സമയത്ത് ഇപ്പോ ഗുരുത്വാകർഷണ നിയമം നമുക്ക് എല്ലാവർക്കും അറിയുന്ന നിയമമാണ്. അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും മുകളിൽ നിന്ന് എന്ത് വീണാലും അത് മുകളിൽ നിന്ന് വീഴുന്നതല്ല, അത് ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ളത്. അതായത് ഇടയിൽ താങ്ങാനായിട്ട് ഒന്നുമില്ലെങ്കിൽ മുകളിൽ നിന്ന് എന്ത് വീണാലും അത് ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് പതിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ താങ്ങാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ആഘാതം കുറഞ്ഞ് അത് സസ്റ്റെയിൻ ചെയ്യുന്നുള്ള ഒരു കാര്യമുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മൾ പറക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് മാത്രമാണ് ആ നിയമങ്ങൾ നമ്മളെ ബാധിക്കുന്നത്. എന്ന് വെച്ച് ആ നിയമങ്ങൾ അവിടെ ഇല്ല എന്നല്ല അർത്ഥം. ആ സമയത്ത് മാത്രം അത് നമ്മൾ ആ സമയത്ത് മാത്രം അതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ന് ഇത് നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷനുമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ദിവസേന പ്രകൃതിയുടെ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം പ്രകൃതിയുടെ നിയമങ്ങൾ നമ്മളെ ബാധിക്കുമോ ഇല്ലയോ എന്ന് പോലും അവെയർ അല്ലാതെ നമുക്ക് സൗകര്യത്തിനനുസരിച്ച് ഓരോന്ന് കെട്ടി പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അറിവിന്റെ തലത്തിലാണെങ്കിലും ഫിസിക്കൽ ആയിട്ടുള്ള അവസ്ഥയിലാണെങ്കിലും ഒക്കെ. എത്ര തന്നെ നമ്മൾ ഉയർന്നു പോയാലും പ്രകൃതിയുടെ ഒരു ചെറിയ ഇടപെടൽ, ഒരു പ്രളയം അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധി, ഇത് എന്തു വന്നാലും അത് ഒരു നിമിഷം കൊണ്ടെല്ലാം തകർന്നടിയുന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ഭാഗമായിട്ടുള്ള സമൂഹത്തെ ബാധിക്കുന്ന എല്ലാ നിയമവും മനുഷ്യനെയും ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇത് പ്രത്യേകം എടുത്തു പറയാൻ ഒരു കാരണം എന്താന്ന് വെച്ചാല്, മനുഷ്യർ കരുതുന്നത് അല്ലെങ്കിൽ മനുഷ്യ സംസ്കാരത്തിൽ നമ്മൾ പഠിച്ചു വന്ന സമയത്ത് ഈ പ്രകൃതി നിയമങ്ങൾ നമ്മളെ ബാധിക്കും എന്നുള്ളൊരു കാര്യം നമുക്കത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യം ഇപ്പൊ പറഞ്ഞിട്ട് പോലും അത് ശരിക്കും ആർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അതായത് നമ്മൾ ആരും ഈ ജൈവ സമൂഹത്തിൽ നിന്നും പുറത്തല്ല ജീവിക്കുന്നത്, തീർച്ചയായിട്ടും ജൈവ സമൂഹത്തിനകത്താണ് ജീവിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ പഠിച്ചു വെച്ചതനുസരിച്ച് നമ്മൾ ചെയ്യുക, അതിന് തക്കതായിട്ടുള്ള ഡോക്ടറെ കണ്ട് ആ അസുഖത്തെ മാറ്റുക എന്നുള്ളതാണ്. പക്ഷെ പ്രകൃതിയിലെ ഏതൊരു ജീവിയും അവർക്കൊരു അസുഖം വരുന്ന സമയത്ത് വേറൊരു ഡോക്ടറെ പോയി കണ്ട് ചെയ്യുന്നില്ല. കാരണം അവർക്ക് സ്വാഭാവികമായിട്ട് അവരുടെ അകത്തത് പ്രവർത്തിക്കുന്നുണ്ട്, എന്ത് ചെയ്യണം എന്നുള്ളത് തോന്നൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് പഠിച്ചു വന്നതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിലൂടെ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത്, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. എന്നാണോ നമ്മള് ജീവന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായിട്ടും രോഗത്തെ മാറ്റാനുള്ള ശേഷി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്, അപ്പോൾ മാത്രമാണ്
നമുക്കത് അതിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുക. ആ ഒരു അനുഭവം വരുമ്പോൾ മാത്രമാണ് അത് സത്യമാണെന്ന് മനസ്സിലാവുക. എന്ന് പറയുന്നത് പോലെ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കുന്നതും ഈ ഒരു നിയമത്തിന്റെ, അതായത് ഇത് എവിടെയാണ് എന്നെ ബാധിക്കുന്നത് എന്നൊരു അന്വേഷണത്തിലൂടെ ആ ഒരു അറിവിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഇതിൽ എത്ര ക്ലാരിറ്റി വന്നു ഇവിടെ വരുന്ന ഒരു കാര്യം, അതിൽ ഞാൻ എന്താണ് ഈ പറക്കൽ എന്നതിനെ പറ്റി പറഞ്ഞില്ല. കാരണം അത് എല്ലാം നമ്മൾ വിശദീകരിച്ചിട്ട് മാത്രമല്ല, ഞാൻ വരും ദിവസങ്ങളിൽ അത് ഇത് വലിയൊരു സബ്ജക്റ്റ് ആണ്, നിങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ. അപ്പൊ അത് പതിയെ പതിയെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ മനുഷ്യന്റെ ഒരു പ്രധാന പ്രശ്നമായിട്ട് മനസ്സിലാക്കാനുള്ളത്, ഇപ്പൊ ചേച്ചി പറഞ്ഞു, പ്രകൃതി നിയമങ്ങൾ തെറ്റിച്ചാൽ അല്ലാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക, പ്രകൃതി നിയമങ്ങൾ അനുസരിക്കണം എന്നുള്ളതാണ്. അപ്പൊ എന്താണ് പ്രകൃതി നിയമങ്ങൾ, എവിടെയാണ് നമ്മൾ തെറ്റിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിനെ പറ്റിയുള്ള ഒരു അറിവ് നമുക്ക് കിട്ടിയില്ല. അവിടെ നിന്നാണ് നമ്മുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യരാശിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് തന്നെ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ജീവിച്ചു പോകേണ്ടത് എന്നുള്ള അറിവില്ല. എവിടെയാണ് നമ്മൾ തെറ്റിക്കുന്നത് എന്ന് നമുക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു അറിവിലേക്ക് എത്തുമ്പോൾ മാത്രമേ എങ്ങനെയാണ് ശരിയായിട്ടുള്ള ഒരു ജീവിത രീതി, അല്ലെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങിയ പ്രകൃതി നിയമങ്ങൾ അനുസരിച്ചുള്ള ഒരു ജീവിത രീതി എന്നതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. ഒളിമ്പസ് ഏറ്റവും അധികം പറയുന്നത് അതിനെ കുറിച്ച് തന്നെ. നമ്മളിവിടെ ഒരു ജീവിത രീതിയാണ് നമ്മൾ ആദ്യം പറയുന്നത്. എന്തുകൊണ്ട് നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കുന്നില്ല, നമ്മൾ രാവിലെ എന്തുകൊണ്ട് പേസ്റ്റ് ഉപയോഗിക്കുന്നില്ല, എന്തുകൊണ്ട് നമ്മൾ മസാലകൾ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഉപയോഗിച്ചുള്ള ഭക്ഷണത്തെ ഉപയോഗിക്കാത്തത് എന്തുകൊണ്ട് നമ്മൾ ശ്വസനത്തിൽ ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്, എന്തുകൊണ്ട് നമ്മൾ നേരത്തെ ഉറങ്ങേണ്ടതുണ്ട്, എന്തുകൊണ്ട് നമ്മൾ ശാരീരികമായിട്ടുള്ള വ്യായാമം ചെയ്യേണ്ടതുണ്ട്, എന്തുകൊണ്ട് നമ്മൾ നമുക്കുള്ള ഭക്ഷണം ഉണ്ടാക്കേണ്ടതുണ്ട്. ഇങ്ങനെയെല്ലാം എന്തുകൊണ്ട് നമ്മൾ അന്വേഷിച്ചെങ്കിൽ മാത്രമേ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇന്ന് നമുക്കെല്ലാം ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് നമുക്ക് ആവശ്യം. നമ്മൾ ഇതെന്താണ് പ്രശ്നം, അതിനുള്ള പരിഹാരം നമുക്ക് പാക്കറ്റ് ആയിട്ട് കിട്ടണം. പനിക്കുള്ള മരുന്ന് ഗുളിക രൂപത്തിൽ കിട്ടുന്നത് പോലെ. എന്തുകൊണ്ട് പനി വരുന്നു, പനിക്ക് കാരണമാകുന്ന ശാരീരിക നിയമങ്ങൾ എവിടെയാണ് നമ്മൾ തെറ്റിച്ചത് എന്നുള്ളതിനെയല്ല നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത്. പനി വന്നു എന്നതിന് നമ്മൾ പഠിച്ചിട്ടുള്ളത് അതിന് മരുന്ന് കഴിച്ചാൽ അത് മാറും എന്നുള്ളതാണ്. അപ്പോ ഇത് ഇവിടെ തുടങ്ങുന്ന ഒരു വിഷയമല്ല, നമുക്ക് ഇന്ന് കിട്ടിയ ഒരു വിഷയമല്ല. ഇത് നമ്മൾ ജനിച്ചത് മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മളൊക്കെ ഓരോ കാലഘട്ടത്തിൽ ജനിച്ചു വളർന്നവരാണ്. പക്ഷെ എല്ലാവരും പനി വന്നു കഴിഞ്ഞാൽ പാരസെറ്റമോൾ കഴിക്കുക എന്നുള്ള ഒരു അറിവ് ഇന്ന് എല്ലാവർക്കും ഉണ്ട്. അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? അപ്പൊ എന്തുകൊണ്ട് പനി വന്നാൽ പനിക്ക് പട്ടിണി എന്നാണ് പണ്ട് വൈദ്യന്മാര് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് ആ ഒരു അറിവ് നമുക്ക് നഷ്ടമായി, എവിടെയാണ് നഷ്ടമായത് എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. അതിലേക്കൊക്കെയാണ് ഈ ഒരു നിയമം, ഈ ഒരു കാര്യം, ഈ ഒരു വാചകം എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അത്രയും ഇത് വളരെ ആഴമുള്ളൊരു വിഷയമല്ല, പക്ഷെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വളരെ ആഴത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. പറക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആ നിയമം അനുസരിക്കേണ്ടതുണ്ട്. നമ്മളിവിടെ ഓരോ കാര്യം തെറ്റിച്ച് തുടങ്ങുന്ന സമയത്ത് ആ നിയമത്തെ അവിടെ പാലിക്കണമെന്ന് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ എവിടെയാണ് തെറ്റിക്കുന്നത്, പ്രശ്നം വരുന്ന സമയത്ത് ഞാൻ തെറ്റിക്കുകയാണെന്ന് പോലും നമ്മൾ അറിയുന്നില്ല. അതിനുള്ള പരിഹാരം ഓൾറെഡി ഇവിടെ ഉണ്ടെന്നാണ് നമ്മുടെ കൺസ്യൂമറിസം പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അസുഖം വന്നോ, അതിനുള്ള ആശുപത്രി നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്, നിങ്ങൾ വേറൊന്നും ചിന്തിക്കേണ്ടതില്ല എന്ന തരത്തിൽ നമ്മളെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് മറച്ചു കഴിഞ്ഞു. നമ്മുടെ അറിയാനുള്ള ആ ത്വരയെ നമ്മളെ മറച്ചു കഴിഞ്ഞു. നമ്മൾ അന്വേഷിക്കുന്നേ ഇല്ല. മനസ്സിലാവുന്നത് അത്രയും ആഴത്തിൽ അവിടെ അവര് പണി ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അവരെന്ന് വെച്ചാൽ ഈ സംസ്കാരം എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു വന്ന ഒരു മെത്തേഡ് അത് പണി നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ ഇവിടെ ബ്രേക്ക് ചെയ്യേണ്ടത് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ പറക്കാൻ തുടങ്ങുന്ന, ഇപ്പൊ നമുക്കറിയാം വിമാനം കണ്ടുപിടിച്ചവരുടെ ഒരു ചരിത്രം നമ്മൾ ചെറുതായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരാളല്ല അത് കണ്ടുപിടിച്ചത്. ആദ്യം അവർ ചിറകുണ്ടാക്കി നോക്കി, പറന്നു നോക്കി, മേലെന്ന് താഴേക്ക് ചാടി നോക്കി. അപ്പോഴൊക്കെയും അത് നടന്നില്ല എന്നുള്ളതാണ്. ഓക്കെ ചേട്ടാ, അപ്പൊ അത് നടന്നില്ല എന്നുള്ളതാണ്. പിന്നെയാണ് അവര് ഓരോ പ്രാവശ്യം വീഴുമ്പോഴും അവരതിനെ എന്താണ് ഇവിടെ പ്രശ്നം എന്ന് അന്വേഷിച്ച് ഏതോ ഒരു ഘട്ടത്തിലാണ് അത് ഉണ്ടായതെന്നുള്ളത്. റൈറ്റ് സഹോദരന്മാരാണ് അത് കണ്ടുപിടിച്ചതെന്ന് പറയുമ്പോഴും അവരല്ല അത് തുടങ്ങിയത്. അപ്പോ ഇത് അനുകരിച്ചാണ്, പക്ഷികളുടെ പറക്കലിനെ അനുകരിച്ച് തുടങ്ങി. പക്ഷെ അവർ ആ നിയമത്തിലേക്ക് എത്തുമ്പോഴേക്കും എത്രയോ പേര് വീണ് മരിച്ചിട്ടുണ്ടായിരുന്നിരിക്കും, അല്ലെ? എത്രയോ അപകടങ്ങൾ ഉണ്ടായിരുന്നിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പറക്കൽ എന്ന് പറയുന്നതിനെ ഇവിടെ സൂചിപ്പിച്ചത് നമ്മുടെ നാഗരികതയുടെ വളർച്ച തുടങ്ങിയല്ലോ. അതായത് മനുഷ്യൻ പ്രകൃതിയിൽ നിന്നും കൃത്യമായിട്ട് മാറി മറ്റൊരു ജീവിത രീതിയിലേക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ജീവിക്കാം. പ്രകൃതിയുടെ ആദ്യത്തെ ചെയിൻ പൊട്ടിക്കുന്നത് ഭക്ഷണത്തിൽ നിന്ന് കൃഷി ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത്, ഭക്ഷണത്തിന് വേണ്ടി കൃഷി ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ്. അതുപോലെ ഒരിടത്ത് താമസിച്ച് അവിടുത്തെ വ്യവസ്ഥയെ തെറ്റിച്ച് നമുക്ക് താല്പര്യമുള്ള രീതിയിൽ ആക്കി തീർത്തത് മുതലാണ് അവിടെ നമ്മൾ പറക്കാൻ തുടങ്ങുന്നത്.
ആ പറക്കാൻ തുടങ്ങൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. നമ്മളെ ഗുരുത്വത്തെ ഭേദിച്ച് നമ്മൾ, അല്ലെങ്കിൽ പ്രകൃതിയുടെ നിയമമാകുന്ന സംവിധാനത്തെ ഭേദിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നതോടുകൂടി ആ പറക്കൽ ആരംഭിച്ചു എന്നുള്ളതാണ്. സിംബോളിക്കാണ് ഈ പറക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഞാനത് പതിയെ പതിയെ പറയാമെന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇന്ന് ഏട്ടനെ പറഞ്ഞ ഒരു കാര്യം, അതായത് പറക്കലിന്റെ നിയമങ്ങൾ നമ്മൾ പറക്കാൻ തുടങ്ങുമ്പോഴാണ് ബാധിക്കുന്നത് എന്ന് വെച്ചാൽ ആ നിയമങ്ങൾ അവിടെ ഇല്ല എന്നർത്ഥമില്ല. അതിലേക്ക് നമ്മൾ എത്താനുള്ള ആ സമയം, നമ്മളത് അനുഭവിക്കാനുള്ള ഒരു സമയം, അത്രേ ഉള്ളൂ അവിടെ നമ്മൾ അത് അറിയാനുള്ള ഒരു എടുക്കുന്ന സമയം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും തെറ്റിച്ചുകൊണ്ടാണ്, കംപ്ലീറ്റ് തെറ്റിച്ചുകൊണ്ടാണ് ഇന്ന് പോകുന്നത്. അപ്പൊ അതിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിച്ചത്. എന്തായാലും ഈ ഒരു ആശയം വിചാരിച്ചതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. സത്യത്തിൽ ഞാൻ പറയട്ടെ, എന്റെ ഒരു കാര്യം, ഈ ഒരു വാചകം എന്നിൽ ഒരുപാട് സ്പാർക്ക് ഉണ്ടാക്കിയ ഒരു വാചകം. അതുകൊണ്ടാണ് ഞാൻ ഈ വാചകം തെരഞ്ഞെടുത്തു. ഞാൻ കരുതിയത് ഈ ഒരു ഒറ്റ വാചകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിക്കാവുന്നുള്ളതാണ്. പക്ഷെ അത് ചെറുതായിട്ട് മനസ്സിലായി എന്നുള്ളതാണ്. അതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. എങ്കിലും ഇത് ഒരുപാട് കാര്യം ചിന്തിക്കാനായിട്ട് എല്ലാവർക്കും പ്രേരണ നൽകുമെന്ന് കരുതുന്നു. നമ്മൾ നിസ്സാരമല്ല നമ്മൾ തെറ്റിക്കുന്ന നിയമങ്ങൾ എന്നുള്ളതാണ്. അപ്പൊ ഈ ജൈവ സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്നിടത്തോളം നമ്മൾ അതിന്റെ എല്ലാ നിയമങ്ങളും അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ എവിടെയാണ് തെറ്റിക്കുന്നത് എന്നുള്ളത് നമ്മൾ അവെയർ ആയില്ലെങ്കിൽ ആ ഒരു ആഘാതം, എനിക്ക് ഗുരുത്വാകർഷണ നിയമം അറിയാമെന്ന് കരുതി 7 നിലയിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ നമ്മൾ മരിക്കില്ല എന്നുള്ള അവസ്ഥയില്ല. അതിനനുസരിച്ച് ആഘാതം കുറയ്ക്കാനുള്ള സംവിധാനം അവിടെ കണ്ടിട്ട് വേണം നമ്മൾ ചാടാൻ. അല്ലാതെ ചാടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ നിലനിൽപ്പ് ഇല്ലാതാകുന്നുള്ള ഒരു അവസ്ഥയാണ്. എന്നതുപോലെ ജീവിത നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ, ആരോഗ്യ നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ, ഭക്ഷണ നിയമങ്ങൾ തെറ്റിക്കുന്ന സമയത്ത്, മാനസിക നിയമങ്ങൾ തെറ്റിക്കുന്ന സമയത്ത് ഒക്കെയും നമുക്ക് അതിന്റെ ആഘാതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ തെറ്റിക്കുന്നു എന്നുള്ളത് ഒരു പ്രശ്നമല്ല. കാരണം തെറ്റിച്ച് വീണാണ് നമ്മൾ നടക്കാൻ പഠിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. പക്ഷേ എന്നിട്ടും നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നില്ല. കാരണം ഒരു പ്രധാന കാര്യം, ആ ബോധം നൽകുന്ന തരത്തിലല്ല നമ്മൾ വളർത്തപ്പെട്ടത് പല ഇടങ്ങളിലും ഉള്ളതാണ്. അപ്പൊ ആദ്യമേ അതിനൊരു ഫ്രെയിം ഉണ്ടാക്കി അതിലേക്ക് നമ്മൾ കയറ്റി വിടുകയാണ് ചെയ്തത് ജനിച്ചത് മുതൽ. അപ്പൊ അവിടെ നിന്ന് തുടങ്ങിയത് കൊണ്ട് തന്നെ ആരെയും നമുക്ക് പഴി പറയാൻ സാധിക്കില്ല. അല്പമെങ്കിലും ആ ഫ്രെയിമിന് അപ്പുറത്തേക്ക് പോയവരാണ് ഈ സത്യങ്ങളൊക്കെയും പുറത്തു കൊണ്ടുവരുന്നത്. അവർക്കാണെങ്കിൽ ഇന്ന് നിലനിൽപ്പ് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മളിത് അറിഞ്ഞ് പരമാവധി ജീവിതത്തിൽ പ്രയോഗിക്കുന്നതിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇടം എവിടെയാണോ അവിടെ നമ്മളത് പ്രയോഗിക്കുക എന്നത് മാത്രമേ ഉള്ളൂ അതിന് പരിഹാരം. അപ്പോ ഇത് വരും ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പരമാവധി ഈ ഒരു കാര്യത്തോടനുബന്ധിച്ച് നിങ്ങൾക്ക് ചിന്തയും ചോദ്യങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ വളരെ നന്നായി. നമ്മളെല്ലാ വിഷയവും നമ്മുടെ ഇപ്പൊ എല്ലാ PSPയുടെ കോഴ്സ് എല്ലാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരൊറ്റ വിഷയം മാത്രമേ നമ്മളവിടെ പറയുന്നുള്ളൂ. എന്താണ് ശരിയായിട്ടുള്ള ജീവിത രീതി? ഈ ശരി എന്ന് പറയുന്നതല്ല അവിടെ കാര്യം. എങ്ങനെ നമുക്ക് ജീവിച്ചാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ഒരിക്കലും ഇല്ല, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ സമാധാനം, എന്താ പറയാ, സൗകര്യം നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെയും കൂടെ നമ്മൾ നോക്കാൻ ബാധ്യസ്ഥരാണെന്നുള്ളതാണ്. മറ്റെല്ലാ ജീവികളിലും, അപ്പൊ പറഞ്ഞു പോയാൽ ഒരുപാട് പറയണം. മറ്റെല്ലാ ജീവികളിലും ആ ജീവികൾക്കിടയിൽ തന്നെ എല്ലാ തരത്തിലുള്ള നിയന്ത്രണ സംവിധാനവും പ്രവർത്തിക്കുന്നുണ്ട്. മനുഷ്യൻ അതിൽ നിന്ന് എങ്ങനെ മാറി എന്നുള്ളതിൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിലും അവൻ മാറിയത് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വാചകം പോലും നമുക്ക് അതിന്റെ ആഴത്തിലേക്ക് ഒറ്റയടിക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അതിന്റെ മുകളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു വാചകത്തിലുപരി ഇന്നത്തെ ഈ ഒരു ചിന്ത നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിലേക്ക് പോകാൻ സാധിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ് ഉള്ളത്. എന്തായാലും ഒളിമ്പസിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷെ അത് ഈ രൂപത്തിലെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക, ഉള്ളിലേക്ക് എടുക്കാൻ പറ്റിയാൽ അത്രേ ഉള്ളൂ നമ്മുടെ ഒരു എന്താ പറയുക സംതൃപ്തി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലാണ്. അല്ലാതെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നതിലൊന്നുമില്ല. ഇത്രയാണെന്ന് പറയാനുള്ളത്. ഇവിടെ നമ്മൾ ഒന്ന് ശരിക്ക് രണ്ടാമത് ഒരു വിചിന്തനം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാല്, നമ്മള് ഈ അറിവുകള്, ഈ വിസ്ഡം, നാച്ചുറൽ ലോസ് തെറ്റിക്കഴിഞ്ഞാൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വിസ്ഡം അതൊരു ക്യുമുലേറ്റീവ് വിസ്ഡമായിരുന്നു. നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒത്തിരി വിസ്ഡം ഉണ്ട്. ആ വിസ്ഡങ്ങൾ നമ്മൾ അപ്പാടെ മോഡേൺ കൾച്ചർ, ആധുനിക സംസ്കാരം വന്നപ്പോഴത്തേക്ക് ഇതിനെ അപ്പാടെ തെറ്റാണെന്നുള്ളൊരു രീതിയിൽ അതിനെ സമീപിച്ചോടുന്നാണ് ഇവിടുത്തെ തുടക്കം വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രത്തിന്റെ വഴിയിലൂടെ തുടങ്ങിയപ്പോഴത്തേക്ക് ശാസ്ത്രം അതിനെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള കാണാനുള്ള
ആ ഒരു ഇതിൽ എത്തിയിട്ടില്ലായിരുന്നു. വെറും ഒരു വളരെ പ്രൈമറി ആയിട്ടുള്ള ഇത് വെച്ചിട്ട് അതിലൂടെ അതിനെ ശാസ്ത്രത്തെ കെട്ടിപ്പടുത്തുന്നതിലാണ് വന്ന തെറ്റുകൾ. അപ്പൊ അത് പഴയ നിയമങ്ങളെ എല്ലാം പഴയ തള്ളിയിട്ട് പുതുതായിട്ട് നിയമങ്ങൾ ഉണ്ടാകാൻ ശ്രമിച്ചു. അതിൽ വീഴ്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി വീഴ്ചകൾ വന്നു. അപ്പൊ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള രീതിയിലാണ് ഇപ്പൊ പഴയതിനെ തന്നെ തിരിച്ച് റിവൈവ് ചെയ്യുന്ന ഒരു സ്ഥിതിയിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇതുപോലുള്ള അറിവുകളെല്ലാം രണ്ടാമത് നമ്മൾ പൊടിതട്ടി എടുക്കേണ്ടി വരുന്നത്. അപ്പൊ ആ ഒരു അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി വന്നത്. കാരണം പഴയ രീതിയിലാണെങ്കിൽ നമുക്ക് ആ ഒരു ട്രഡീഷണൽ ആയിട്ട് നമുക്ക് അനുഭവിച്ച് പൂർവികന്മാരെ അനുഭവിച്ച് എഴുതിയുണ്ടാക്കിയ നിയമങ്ങളെല്ലാം പറഞ്ഞുണ്ടാക്കിയ നിയമങ്ങളാണ് നമ്മൾ അന്ധവിശ്വാസമായിട്ട് മാറ്റിയത് പലതും. പക്ഷെ അതിനെ പുതിയ നോളജിനനുസരിച്ചിട്ട് ഒന്നുകൂടെ മിനുക്കിയെടുക്കുന്നതിന് പകരം അതിനെ അപ്പാടെ തള്ളി എന്നുള്ളതാണ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം വളരെ ഗഹനമായിട്ട് ചിന്തിക്കേണ്ട ഒന്നാണ്. കാരണം നമ്മള് ജീവിക്കുന്നിടത്ത് നമുക്ക് പലതും തെറ്റിപ്പോകുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ പല നെഗറ്റീവ് എഫക്ട് ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇതെന്തുകൊണ്ട് വരുന്നു എന്നുള്ളത്. പക്ഷെ അത് ആലോചിച്ച് പോയി കഴിയുമ്പോഴാണ് പല നിയമങ്ങളും അവിടെ ബാധകമാകുന്നു എന്നുള്ളത്. ആ നിയമങ്ങളെ പറ്റി പിന്നെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഈ നിയമങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ സമയത്ത് മാത്രമേ അത് വർത്തിക്കുന്നുള്ളൂ എന്നുള്ളതാണ്ട് നമ്മൾ കാണുന്നില്ല. അതല്ല അലിഖിതമായിട്ടുള്ള നിയമങ്ങളാണ്. പ്രകൃതിയിലെ നിയമങ്ങളെല്ലാം അലിഖിതമായിട്ടുള്ള നിയമങ്ങളാണ്. അതിനനുസരിച്ചാണ് ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈസില് അതായത് സ്വാസ്ഥ്യത്തിലായിരിക്കും എന്നുള്ള ഒരു ഇതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഈ നിയമങ്ങള് നമ്മള് എന്തൊക്കെ നിയമങ്ങളുണ്ടെന്ന് ചോദിക്കാന്ന് കഴിഞ്ഞാൽ ഓരോ അവസരത്തിലും, അതുകൊണ്ടാണ് ഈ പറഞ്ഞത് പറക്ക പോകുമ്പോഴത്തേക്ക് മാത്രമേ പറക്കലിന്റെ നിയമങ്ങൾ അപ്ലിക്കബിൾ ആവുള്ളൂ. അപ്പൊ നമ്മള് ഈ ബേസിക് ആയിട്ടുള്ള ഒരു ഇതായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ റൂൾസ് നിൽക്കുന്നെന്ന് പറയാം. പക്ഷെ ഫിസിക്കൽ ആയിട്ടുള്ള എല്ലാ ഇതും, ഫിസിക്കലിലാണ് ഈ തെർമോഡൈനാമിക്സ് വരുന്നത്. അതുപോലെ തന്നെ ക്രയോജനിക്സ് ഉണ്ട്. ക്രയോജനിക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീൽഡ് അതുപോലെ അത്രയും ഫ്രോസൺ ആയിട്ടുള്ള രീതിയിലുള്ള ലിക്വിഡിന് മാത്രം ആപ്ലിക്കബിൾ ആകുന്ന ലോസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ സ്പേസിൽ പോയി കഴിഞ്ഞാൽ കോസ്മിക് ലോസ് അവിടെ അത് ആപ്ലിക്കബിൾ ആകുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും അതിൻ്റെതായിട്ടുള്ള ആപ്ലിക്കബിലിറ്റി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്താണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് പലതും ഈ പ്രകൃതി നിയമങ്ങൾ നമ്മൾ മറ്റേ സ്കൂളിലും കോളേജിലും അത് അങ്ങനായിട്ട് പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരം. കാരണം പ്രകൃതി നിയമങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതനുസരിച്ചിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പൊ അതില് നമുക്ക് പല സിമ്പിളായിട്ട് നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മള് ഏറ്റവും ഇതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നോ വേസ്റ്റ്. പ്രകൃതിയുടെ രീതി എന്ന് പറഞ്ഞാൽ നോ വേസ്റ്റ് ആയിട്ട് സൈക്ലിക്കലായിട്ട് റിസോഴ്സസ് ഉപയോഗിക്കുക എന്നുള്ളൊരു നിയമമുണ്ട്. പക്ഷെ നമ്മൾ അവിടെ എവിടൊക്കെ അത് തെറ്റിക്കുന്നോ, വേസ്റ്റ് അധികമായിട്ട് ഉണ്ടാക്കി അതിന്റെ അടുത്ത പ്രോസസ്സിലോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അതിനെ മാറ്റിവിടുന്ന പ്രവൃത്തികളാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ദൂഷ്യഫലങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിച്ച് അതിനെ എങ്ങനെ ശരിക്കും പ്രോസസ്സ് ചെയ്ത് വിടാന്നുള്ള രീതിയിലോട്ട് വരുന്നത്. പക്ഷെ അതെല്ലാം പ്രകൃതിയുടെ വഴിയിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ശരിക്കും ഇവിടെ ഇത് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഇതില് ലീസ്റ്റ് എഫക്റ്റില് കാര്യങ്ങളെ സാധിക്കുന്നു എന്നുള്ളതുണ്ട്. അപ്പൊ അതിന് പകരം നമ്മളിവിടെ ഏറ്റവും കൂടുതൽ എനർജി ഉപയോഗിച്ചുകൊണ്ടുള്ള സംഗതികളാണ് പലതും ചെയ്തു കൂട്ടുന്നത്. അപ്പൊ അത് ഒരിടത്ത് ആ നിയമം തെറ്റിക്കുമ്പോഴത്തേക്കും മറ്റതിനെ ബാലൻസ് ചെയ്യാനായിട്ട് മറ്റൊരിടത്ത് പ്രോബ്ലം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പം മനസ്സിലാകുന്നത്. ഇപ്പോഴാണ് അതിനെപ്പറ്റി നമ്മൾ സിസ്റ്റമിക് തിങ്കിങ് എന്നുള്ള ഒരു വന്നപ്പോഴത്തേക്കാണ് ഇതിനെ എല്ലാം സിസ്റ്റമായിട്ട് കാണാൻ തുടങ്ങിയപ്പം ആ വ്യവസ്ഥയുടെ നിയമങ്ങളെ പറ്റി ഇപ്പം അറിയാൻ തുടങ്ങി. അതുപോലെ തന്നെ ജീവന്റെ നിയമങ്ങൾ, ബയോളജിക്കൽ ലോസ് ഒത്തിരി ഉണ്ട്. ജീവന്റെ നിയമങ്ങൾ, അതിനെപ്പറ്റി അതിന്റെ പ്രവർത്തനത്തെ പറ്റി മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും ജീവന്റെ നിയമങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ അതിനെ മറികടന്നുകൊണ്ടാണ് പലതും മെഡിക്കൽ സയൻസിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ദൂഷ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലായിടത്തും എവിടെയൊക്കെ തെറ്റിക്കുന്നുണ്ടോ അവിടെയൊക്കെ നമുക്കതിന് തിരിച്ചടി കിട്ടുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ ക്വാണ്ടം സയൻസിൽ ഒത്തിരി നിയമങ്ങളുണ്ട്. അത് നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല. അതെല്ലാം നമ്മൾ എക്സ്പീരിയൻസിലൂടെ ലേൺ ചെയ്തിട്ടുണ്ട്. ഈ എക്സ്പീരിയൻസിൽ കൂടെ ലേൺ ചെയ്യുന്നതാണ് നമ്മൾ ട്രഡീഷണൽ വിസ്ഡം എന്നുള്ള രീതിയിൽ വരുന്നത്. അത് ക്യുമുലേറ്റീവ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ട്രഡീഷണൽ വിസ്ഡത്തിനെ എല്ലാം നമ്മൾ അന്ധവിശ്വാസം എന്നുള്ള പറഞ്ഞ് തള്ളിയപ്പോഴാണ് പലതും പുതിയതായിട്ട് പല തെറ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇപ്പൊ അത് നമ്മൾ അതിനെ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. പഴയ നിയമങ്ങള്
ഏതൊക്കെ നമുക്ക് ആക്കാവുന്ന അത്രയും ഇതായിട്ട് വരും. അപ്പൊ പുതിയതായിട്ടുള്ള അറിവുകളിൽ കൂടെ അതിനെ മോഡിഫൈ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ നമുക്ക്. ബാക്കി എല്ലാം പ്രകൃതിയിലെ അതിനെ എക്സാക്ട്ലി ഫോളോ ചെയ്യുക എന്നുള്ള അതാണ്. അത് തെറ്റുമ്പോഴൊക്കെ അപ്പൊ അവിടെയും ഉണ്ട് ഈ മൈനർ ആയിട്ട് ലോസ് ഉണ്ട്, മേജർ ലോസ് ഉണ്ട്. മൈനർ ലോസിനെ നമ്മൾ എപ്പോഴും ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രവർത്തിക്കുന്നത് ആ മൈനർ ലോസിന്റെ തലത്തിലായിരിക്കും. അവിടെ ഇവിടെയൊക്കെ തെറ്റി അത് മൊത്തം പോവാതെ വരുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന്റെ കാര്യത്തിന് നോക്കിയാൽ മനസ്സിലാകും. നമുക്ക് റെസിലിയൻസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പം എന്തൊക്കെ നമ്മൾ ജീവിതചര്യ തെറ്റിച്ചല്ല, ഭക്ഷണചര്യ തെറ്റിച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് ശരീരം അതിനെ കൊണ്ടു നടക്കും ഒരു കാലം വരെ. അതിന്റെ ഒരു റെസിലിയൻസ് കപ്പാസിറ്റി ഉണ്ട്. കപ്പാസിറ്റി വരെ ശരീരം കൊണ്ടു നടക്കും. അത് കഴിയുമ്പോഴത്തേക്ക് മേജർ ലോസ് അവിടെ ആപ്ലിക്കബിൾ ആകും. ക്രോണിക് ഡിസീസസ് പിടിക്കും, ക്രോണിക് ഡിസബിലിറ്റീസ് വന്നു തുടങ്ങും. അപ്പൊ ഇതെല്ലാം ആ പ്രകൃതിയിലുള്ള നിയമങ്ങൾ തന്നെയാണെന്നുള്ളതാണ്. ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ആയിട്ടുള്ള സമയത്ത് അത് പ്രവർത്തിക്കത്തുള്ളൂ എന്ന് വെച്ച് നമുക്കത് പാലിക്കാതിരിക്കാൻ പാടില്ല എന്നുള്ള അറിയാവുന്നത്ര അറിഞ്ഞുകൊണ്ട് പാലിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത്. താങ്ക് യു.